ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിട്ട് സിനിമയെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. സീരിയൽ നടക്കുന്ന കാര്യമാണെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തോ പുള്ളി നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നല്ല മനുഷ്യനാണ്. ഒരുപാട് പേർക്ക് എന്താ പറയുക സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. നവംബർ 25 മറന്നിട്ടില്ലല്ലോ. അതെ അതെ അതെ. ഇനിയിപ്പോ ഓഗസ്റ്റ് ആയി, ഇനിയിപ്പോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഇനി കുറച്ച് മാസം കൂടെ ഉള്ളൂ. തുടങ്ങിയിട്ടില്ല. ഷൂട്ടൊക്കെ ആയിട്ട് കുറച്ച് ബിസി അല്ലേ. ഇനി വേണം ഇറങ്ങാൻ. വരനാരാന്നോ? വരനാണെന്ന് അന്ന് കണ്ടാ മതി. സർപ്രൈസ് അല്ലേ അതൊക്കെ. പിന്നെ നിനക്ക് സുഖല്ലേ? നമ്മൾ പോണം. പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പോണം. എല്ലാരും പോവും, ഉറപ്പായിട്ടും പോവും. 25-ാം തീയതി പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാരും കൂടെ നോക്കിയിട്ട് ഒരു ദിവസം പോകും. സൂസു വീണ്ടും തുടങ്ങി. എല്ലാ ദിവസവും ടെലികാസ്റ്റ് ഉണ്ട് വൈകിട്ട് 6:30-ക്ക്. സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നന്നായിട്ട് പോകുന്നു. അത് പിന്നെ മീഡിയക്കാർക്ക് എന്തും എഴുതിക്കൂട്ടാലോ. അങ്ങനെ പുറത്താക്കിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്യാരക്ടർ ചേഞ്ച് ചെയ്തു. മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. മാറ്റിച്ചെന്നല്ല, എന്നോട് പറഞ്ഞു. ഓൾറെഡി ചാനലിൽ നിന്നും ഡയറക്ടർ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, വേറൊരു റൂട്ടിൽ പിടിക്കാം എന്നുള്ള രീതിയിൽ ഓക്കെ പറഞ്ഞു. പിന്നെ വേറൊരു ക്യാരക്ടർ വന്നു. അങ്ങനെയൊക്കെ ആയി. പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി. അങ്ങനെ ആയിരിക്കാം ചിലപ്പം. ഇത്രയും നാളും സുരഭി എന്നുള്ള ഒരു ക്യാരക്ടർ എന്നിൽ നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് വേറൊരാളെ കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയില്ല. വിളിച്ചു പോയി അഭിനയിച്ചു. ഇപ്പൊ നന്നായിട്ട് പോണം. കാണുന്നുണ്ട്. അതെ അതെ. എനിക്ക് അതിലൊന്നും പറയാനില്ല. ഞാൻ ഈ ഫീൽഡ് വന്നതിന് ശേഷം എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ആരും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. ഒന്നത്തെ കാര്യം. പിന്നെ എനിക്കറിയില്ല. താല്പര്യം ഉണ്ടെങ്കിലല്ലേ എല്ലാരും ഓരോ ഇൻഡസ്ട്രിയിൽ ഇറങ്ങത്തുള്ളൂ. ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല സത്യം പറഞ്ഞ. ഇല്ല, ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഒരു 10 വർഷം കഴിഞ്ഞു. ഇതുവരെ ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇനി ഉണ്ടോന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യം പറയാമല്ലോ. ഞാനിത് വന്നപ്പോ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഈശ്വര എന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. സീരിയൽ അങ്ങനെയാണോ? അതെ 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 അതെ. ഇല്ല ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും നമ്മളൊരു ഫാമിലി പോലെയാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പോ ഒരുപാട് സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സീരിയൽ ആണെങ്കിലും സിറ്റ്കോം ആണെങ്കിലും. ഇപ്പൊ സിനിമ ആണെങ്കിൽ ഒരു 3-4 മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു മോശം അനുഭവം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, ഉറപ്പായിട്ടും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കുന്ന ഒരാളാണ്. എന്ത് സൗകര്യം? സ്ത്രീകൾക്ക് വേണ്ടത്ര സൗകര്യം കൊടുക്കുന്നില്ല. ഒരു ടോയ്ലറ്റോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ പോലും സമയത്ത് കൊടുക്കുന്നില്ല. സീരിയൽ ഫീൽഡിലോ? സിനിമയിലെ കാര്യം എനിക്കറിയില്ല. സീരിയലിലാണെങ്കിൽ നമ്മൾ വീടിന്റെ ഷൂട്ടൊക്കെ വരുന്നതുകൊണ്ട് വീട്ടിൽ എന്തായാലും ടോയ്ലറ്റ് കാണുമല്ലോ. നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ നേരത്തെ കൂട്ടി തരുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നില്ല എന്നുണ്ടെങ്കിലും ആർട്ടിസ്റ്റുകൾ, ഫീമെയിൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അത് പ്രതികരിക്കും. നമുക്ക് നല്ലൊരു ടോയ്ലറ്റ് വേണം എന്ന് പറയും. പിന്നെ വീട് ഓരോ ഷൂട്ടിന് കൊടുക്കുന്ന വീടിന്റെ സാഹചര്യം പോലെ ഇരിക്കും. അങ്ങനെ കേൾക്കുമ്പോ ഒരു വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് അവർ പ്രതികരിച്ചില്ല എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അവിടെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അല്ലേ? അതെ. വേറെന്തെങ്കിലും അടുത്ത പരിപാടിയൊക്കെ എന്താണ്? തുടങ്ങി. ഇനിയിപ്പോ സുരഭിശ്വാസിന്റെ ഷൂട്ടൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റാർ മാജിക് എന്നാലും വിളിക്കുന്ന അടുത്തൊക്കെ പോവാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ശ്രീവിദ്യയുടെ. അതെ അതെ, ശ്രീവിദ്യയുടെ കല്യാണം എന്നാ സെപ്റ്റംബർ 8-ാം തീയതി. എല്ലാരും പോവായിരിക്കും. പിന്നെ ഷൂട്ടും ഇനാഗ്രേഷനൊക്കെ ആയിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകൾ ബിസിയാണ്. പിന്നെ 8-ാം തീയതി പോകാൻ പറ്റാത്തവര് 10-ാം തീയതി പോകും, അല്ലെങ്കിൽ 7-ാം തീയതി പോകും. അങ്ങനെയൊക്കെ എല്ലാം അറിയുന്നുണ്ടല്ലേ.